നമസ്കാരം, ഇന്ത്യ കരിയറിലേക്ക് സ്വാഗതം. ഈ ചാനൽ തുടങ്ങാനുള്ള പ്രധാന കാരണം പല കുട്ടികളും അവരുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡൻസ് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അവരർഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കഴിവിനൊത്ത ഒരു നിലയിൽ അവരെത്താതെ പോകുന്നത്. പലപ്പോഴും ജനറൽ ആയിട്ട് വീഡിയോ ചെയ്തു പോകുന്ന സമയത്ത് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന വ്യക്തിപരമായിട്ടുള്ള ഡൗട്ട്സ് അതിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടു പോകണമെന്നില്ല. അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഇന്ത്യ കരിയർ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റി ലോഞ്ച് ചെയ്യുന്നത്. ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏത് കരിയർ റിലേറ്റഡ് ഡൗട്ട്സും ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ടെക്സ്റ്റിലൂടെ റിപ്ലൈ തരാൻ പറ്റാവുന്ന ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിലൂടെയും, അതല്ല എക്സ്പ്ലനേഷൻ വേണ്ട ചോദ്യങ്ങൾക്ക് വീഡിയോയിലൂടെയും റിപ്ലൈ തരുന്നതായിരിക്കും. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എത്രയും പെട്ടെന്ന് തന്നെ ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ അംഗങ്ങളാവുക. അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിൽ വിദ്യാർത്ഥികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതല്ല, ഇന്ത്യ കരിയറിന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിന്റെ ബയോയിൽ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സർ, ഞാൻ നീറ്റാണ് എഴുതുന്നത്, അപ്പോൾ അതിലെ +2 റിസൾട്ട് നോക്കില്ല എന്നാണല്ലോ പറയുന്നത്. പക്ഷേ കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ അഡ്മിഷന് കീമല്ലേ നോക്കുന്നത്, അപ്പോൾ ഞാൻ ഇംപ്രൂവ് ചെയ്യണോ? ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യന്റെ ഉള്ളടക്കം ഇതാണ്: കേരളത്തിൽ MBBS അഡ്മിഷൻ ലഭിക്കണം. അപ്പോൾ കേരളത്തിൽ അതിനുള്ള എൻട്രൻസ് കീമാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കീമിന് സാധാരണയായിട്ട് 50% +2 മാർക്ക് കൺസിഡർ ചെയ്യില്ലേ? അപ്പോൾ ഞാൻ ഇംപ്രൂവ് ചെയ്യണോ എന്നുള്ളതാണ് സ്റ്റുഡന്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതിൽ ആദ്യം പറയാനുള്ളത്, ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ മെഡിക്കൽ സീറ്റുകളുടെ അഡ്മിഷൻ പൂർണ്ണമായിട്ടും നീറ്റ് ബേസ്ഡ് ആയിട്ടാണ് നടക്കുന്നത്. അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മെഡിക്കൽ സീറ്റുകൾ, അതായത് MBBS, BDS, വെറ്റിനറി മുതലായിട്ടുള്ള കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നീറ്റ് വഴിയാണ് നടക്കുന്നത്. ഇതിൽ +2 മാർക്ക് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ MBBSന് ഇന്ത്യയിൽ എവിടെ അഡ്മിഷൻ വാങ്ങണം എന്നുണ്ടെങ്കിലും +2 മാർക്ക് ഒരു മാനദണ്ഡമല്ല. മിനിമം ക്വാളിഫയിങ് മാർക്ക് ഉണ്ട്. അതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അഡ്മിഷൻ കംപ്ലീറ്റ്ലി നീറ്റ് ബേസ്ഡ് ആയിരിക്കും. നീറ്റിന്റെ റാങ്ക് ബേസ്ഡ് ആയിരിക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മെഡിക്കൽ സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടക്കുക. അതുകൊണ്ട് +2 നിങ്ങൾക്ക് മിനിമം ക്വാളിഫയിങ് മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. കേരളത്തിൽ മെഡിക്കൽ സീറ്റ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ കേരള മെഡിക്കൽ കൗൺസിലിംഗ് കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതായത് നീറ്റ് എഴുതിയിട്ട് കേരളത്തിൽ മെഡിക്കൽ സീറ്റ് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കേരള മെഡിക്കൽ കൗൺസിലിംഗ് വെബ്സൈറ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള കീമിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. നീറ്റിന് മുമ്പ് വരെ കീം കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. MBBS സീറ്റുകൾക്കും കീം വഴി തന്നെയായിരുന്നു അഡ്മിഷൻ. പക്ഷെ നീറ്റ് വന്നതിന് ശേഷം ഇപ്പോൾ കീം നിലവിൽ അറിയപ്പെടുന്നത് കേരള എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി എൻട്രൻസ് ടെസ്റ്റ് എന്നാണ്. അതായത് മെഡിക്കൽ കോഴ്സുകളിലേക്കെല്ലാം നീറ്റ് വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. കേരളത്തിൽ പക്ഷെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരണമെന്നുണ്ടെങ്കിൽ കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ e.kerala.government.in എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരുള്ളൂ. ഇതുവഴിയാണ് 85% കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ സീറ്റും 100% കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ സീറ്റുകളും ഫില്ലാവുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്കുള്ള എന്ത് ഡൗട്ടും താഴെ തന്നിരിക്കുന്ന ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് വഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിനുള്ള ഉത്തരങ്ങൾ ഇതുപോലെ വീഡിയോസ് ആയി ചെയ്ത് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ആഴ്ച ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനുമായിട്ട് കാണും വരെ ഗുഡ് ബൈ.